കോടതി തീർക്കാന്ന് ഇവരും പറഞ്ഞു. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചാടിച്ചു വിടുക, കോടതി തന്നെ പോവുക. ഒരു 2 പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തന്നെ ഞങ്ങൾ ദേഷ്യപ്പെട്ട് ചാടിച്ചു വിടുന്നവർക്ക് എന്ത് അക്രമവും നടത്താൻ, എന്ത് എഴുതി പിടിപ്പിക്കാം. ഞാൻ ഒന്നും പോകുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഫോട്ടോ എടുത്തിട്ട് ചെയ്ത ചാറ്റ്, വീഡിയോ കോൾ എന്നും പറഞ്ഞ് അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചേക്കോ. എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സാപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല. ഞങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി ജീവിക്കുന്നവരല്ലേ. മൊത്തം നാണം കെട്ടു. ഇനിയിപ്പോ ഒരു ജീവനല്ലേ, അതങ്ങ് പോയാലും കുഴപ്പമില്ല. ഇതിന് എന്നാണേലും ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങൾ നേരെ കോർട്ടിൽ പോകും. ഞങ്ങളിവിടെ വന്ന് പേടിപ്പിച്ചു വിടുക. ഞങ്ങളെ ദേഷ്യപ്പെട്ട് ഞങ്ങൾ അവരുടെ കാര്യം ഇവിടെ വന്ന കാര്യം പോലീസുകാർ ദേഷ്യപ്പെട്ട് വിടുക. അത് കോർട്ട് തീരുമാനിച്ചാൽ മതിയെന്ന്, പോലീസ് സ്റ്റേഷനെ തീരുമാനിക്കാൻ പറ്റത്തില്ലെന്ന്. ാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചങ്ങനാശ്ശേരി എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് എന്താണ് സംഭവം. ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഞങ്ങളുടെ നേരെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. നമുക്ക് ഇത് കണ്ടിട്ടൊന്നുമല്ല രേണുസുതി കരയുന്നത്. നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മൾ പെണ്ണുങ്ങളാണ്. ഒരു എന്താ ജോസ് നിന്ന് ദേഷ്യപ്പെടുവാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്. എന്ത് കാരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുലിനെ പൊക്കിയെടുത്ത് പറയുക. വന്നിട്ട് ഞങ്ങളല്ലേ പരാതിക്കാര് അല്ലേ? ഞങ്ങൾക്ക് നീതി വേണ്ടേ? പിന്നെ ഞാൻ 10 കെട്ടിയാലും 12 കെട്ടിയ ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുതിച്ചേട്ടനും ഇല്ല പ്രശ്നം. ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ? CBI-യോ എന്റെ ഈ പുറകെ നടക്കാൻ? ഇവനാരിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു കോലം പിടിച്ചോണ്ട് ബ്ലോഗറാന്ന് പറഞ്ഞ് എന്റെ പുറകെ എന്തിനാണ് ഇവ നടക്കുന്നത്? എന്തായാലും ഇത് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളോട് പറഞ്ഞു പറ്റത്തില്ല. പിന്നെ എന്നാടി പറഞ്ഞത്? പറ്റത്തില്ലെന്ന് അവര് പറയുന്നത്. ഇത് കോർട്ടിൽ പോപ്പോ ഇവിടെ പറ്റത്തില്ലെന്നാ പറയുന്നത്. അതെന്താണെന്നാണ് അവര് പറയുന്നത്. എനിക്കറിയത്തില്ലെന്നാ പറയുന്നത്. കാരണം ഒരു സ്ത്രീയെ ഒരു അശ്ലീല ചുവയോടെ നോക്കൂ, ഒരു വാക്ക് സംസാരിച്ചാൽ അത് തെറ്റ് തന്നെയാണെന്നാണ് ഞങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ. പക്ഷേ തന്നെ ഇനിയും നമുക്ക് പാവങ്ങൾക്കും കാശുള്ളവനും നമ്മൾ നിയമം 2 ആക്കിയോ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് നിയമത്തിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമപരമായ രീതിയിൽ പോയത്. ദേഷ്യപ്പെടുന്ന പോലീസുകാരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു 2 പെണ്ണുങ്ങൾ വന്നാൽ ദേഷ്യപ്പെടണമെന്നാണോ? ഇത് എന്നാ പോലീസ് സ്റ്റേഷനടി ജനമൈത്രി അല്ലേ? എനിക്കറിയത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഞാനൊരു വിധവയാണ്. എന്റെ അടുത്ത് അത് പോട്ടെ, ഈ മാക്സിമം ചെയ്യുന്നതിന്റെ മാക്സിമം ചെയ്തോണ്ടിരിക്കുകയാണ് ഈ അതുലെന്ന് പറയുന്നത്. അതുൽ പറഞ്ഞുകൊണ്ടൊന്നുമല്ല രേണുസുതി കരയുന്നത്. പരാതി കൊടുത്തു, അതിന്റെ പ്രകാരം പേടിച്ചിട്ടുമല്ല. കഴിഞ്ഞ ദിവസം ഷൂട്ടുള്ളത് കൊണ്ടാണ് അവനിവിടെ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം. രേണുസുതി കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവനെ വിളിച്ചു പറയാൻ വേണ്ടിട്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ ഏൽപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിട്ട്? ലോകത്ത് ഈ പറയുന്നവരൊക്കെ അയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചു, ഈ 10 കെട്ടിലും വന്ന് ഞാൻ ഈ നാളെ 10 കെട്ടിലും വന്ന് നിങ്ങൾക്ക് എന്നാന്ന് നിങ്ങൾക്ക് ആരേലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ ഈ പുറകെ നടക്കാൻ വേണ്ടിട്ട്? CBI പോലെ